ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എ പ്ലസ് ട്യൂഷൻ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ റിവിഷനും അതുപോലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിന്റെ റിവിഷൻ ചെയ്യാം. അപ്പൊ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കുന്നത് കുറച്ച് റിയാക്ഷൻസ് ആണ്. ഏതെല്ലാം റിയാക്ഷൻസ് ആണ് പഠിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, പിന്നെ പോളിമറൈസേഷൻ റിയാക്ഷൻ, പിന്നെ തെർമൽ ക്രാക്കിംഗ്, കംബഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം, അഡീഷൻ രാസപ്രവർത്തനം, പിന്നെ പോളിമറൈസേഷൻ, അതുപോലെ പിന്നെന്താ ഉള്ളത്, ജ്വലനം, അങ്ങനെയുള്ള താപീയ വിഘടനം. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ ആദ്യത്തെ റിയാക്ഷൻസിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്താന്ന് നോക്കാം. നമ്മൾ എന്താണ് ആദേശ രാസപ്രവർത്തനം പഠിച്ചത്? ആദേശ രാസപ്രവർത്തനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അത് ഏത് റിയാക്ഷൻ ആണ് നമുക്ക് മനസ്സിലാക്കാൻ ചെറിയൊരു എളുപ്പ വഴിയുണ്ട്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ സിംഗിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ ഏകബന്ധനം സിംഗിൾ ബോണ്ട് ആണ് ക്വസ്റ്റ്യനിൽ ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് അല്ലെങ്കിൽ അത് സിംഗിൾ ബോണ്ട് ആണ്, സൺലൈറ്റ് സൂര്യപ്രകാശത്തിലാണ് ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നാൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും, ആദേശ രാസപ്രവർത്തനമായിരിക്കും. ആദേശ രാസപ്രവർത്തനമായിരിക്കും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ. ഇനി ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നാൽ, ദ്വിബന്ധനും ത്രിബന്ധനും ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാതെ എന്തായിരിക്കും? അത് അഡീഷൻ രാസപ്രവർത്തനമായിരിക്കും. അഡീഷൻ രാസപ്രവർത്തനമായിരിക്കും. അഡീഷൻ രാസപ്രവർത്തനമായിരിക്കും. സിംഗിൾ ബോണ്ട് വന്നാൽ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനമായിരിക്കും. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വന്നാൽ അതെന്തായിരിക്കും? അഡീഷൻ രാസപ്രവർത്തനമായിരിക്കും. ഇനി O2 നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓക്സിജന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ, ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് ആ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? കമ്പഷൻ. അത് കമ്പഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ പറയാ? ജ്വലനം. അത് ജ്വലനമായിരിക്കും. പിന്നെന്താണ്? എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് വന്നാൽ അതെന്താണ്? പോളിമറൈസേഷൻ. NCH2 അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോളിമറൈസേഷൻ ആയിരിക്കും. പോളിമറൈസേഷൻ സിമ്പിൾ ആണ്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ദ്വിബന്ധനും ത്രിബന്ധനും ഉണ്ടെങ്കിൽ അതെന്താണ്? അഡീഷൻ രാസപ്രവർത്തനമാണ്. ഓക്സിജന്റെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ അത് കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനം ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ആദേശ രാസപ്രവർത്തനം അതെന്താന്ന് നോക്കാം. അപ്പൊ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ആദേശ രാസപ്രവർത്തനം എന്ന് പറയുമ്പോൾ CH4 പ്ലസ് Cl2. അപ്പൊ Cl2 എന്ന് പറയുമ്പോൾ ഇവിടെ 2 Cl അല്ലേ? Cl എന്നാണ് ഉള്ളത്. ഈ ഒരു Cl ഇവിടെ CH4 എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ഇത് വരച്ചു നോക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് ഇത് എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഈ CH4 എന്ന് പറയുമ്പോൾ അത് വരക്കുക. C വരക്കുക, അതിന് ചുറ്റും 4 ബോണ്ട് വെച്ചിട്ട് H മാർക്ക് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടും അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഇവിടെ Cl ഉണ്ട്. Cl2 എന്ന് പറയുമ്പോൾ 2 Cl അല്ലേ? Cl2 എന്ന് പറയുമ്പോൾ എന്താണ്? 2 Cl ആണ്. അതിൽ ഒരു Cl എവിടെ പോവും? ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. ഈ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു Cl അടുത്തേക്ക് വരും. അപ്പൊ അതെന്തായിരിക്കും വരുന്നത്? അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? ഇപ്പൊ CH4 ആണ്, പ്ലസ് Cl2 എന്ന് പറയുമ്പോൾ Cl ആണ്. അപ്പോ ഈ ഒരു ഹൈഡ്രജൻ, ഒരു ക്ലോറിൻ ഈ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. അപ്പൊ അതെന്ത് വരും? CH, ഇവിടെ Cl, ഇവിടെ Cl, ഇവിടെ എന്ത് വരും? അല്ല സോറി, ഒരു ഹൈഡ്രജനെ മാത്രമാണ് Cl റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഹൈഡ്രജൻ ഉള്ളിടത്ത് എന്ത് വരും? Cl വരും. ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ ഉള്ളിടത്ത് ഇവിടെ ഹൈഡ്രജൻ തന്നെ, ഇവിടെ ഹൈഡ്രജൻ തന്നെ, പ്ലസ് ഇവിടെ വേറൊരു Cl ഉണ്ടല്ലോ. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഈ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ടല്ലേ നമ്മൾ അവിടെ Cl ഇട്ടത്. അപ്പൊ ഈ ഒരു ഹൈഡ്രജൻ അവിടെ തന്നെ ഇല്ലേ? ഈ ഹൈഡ്രജനും ഈ Cl കൂടി ചേർന്നിട്ട് എന്താവും? HCl ആവും. ഓക്കെ, ഇതിവിടെ വെറുതെ നിൽക്കൂലല്ലോ. ഈ ഹൈഡ്രജനും ഈ Cl കൂടി ചേർന്നിട്ട് HCl ആവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? C എഴുതാം. എത്ര H ഉണ്ട്? 1 2 3. CH3, പിന്നെ ആരുണ്ട് ഇടാ? Cl പ്ലസ് HCl. അങ്ങനെയല്ലേ നമുക്ക് കിട്ടിയേ?
CH3Cl പ്ലസ് HCl. ഇങ്ങനെയാണ് എന്ത് വരുന്നത്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനത്തിൽ എഴുതുന്നത്. ആദ്യം നമുക്ക് തന്ന ക്വസ്റ്റ്യൻ അത് അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ എഴുതാ, നിങ്ങൾ ഈ ബോണ്ടൊക്കെ വരച്ച് എഴുതി നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാ, ഇനിയിപ്പോ ആദ്യം ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ Cl വന്നു. ഇനി വീണ്ടും ഒരു Cl2 ഉണ്ട്, വീണ്ടും ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും എന്തായി, Cl2 എന്ന് പറയുമ്പോൾ 2 Cl അല്ലേ. ഈ ഒരു Cl എന്ത് ചെയ്യും, മറ്റൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. അപ്പൊ ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് മാറിയിട്ട് അവിടെ ആര് വരും, Cl വരും. അപ്പൊ അതെന്താവും, C, ഇവിടെ Cl, ഇവിടെ Cl, ഇവിടെ H, ഇവിടെ H. ബാക്കിയുള്ള Hനൊന്നും ഒരു മാറ്റം വരൂല. അവിടെ ഹൈഡ്രജൻ വന്നു. എന്നിട്ട് ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഇവിടെ വേറൊരു ക്ലോറിനും ഉണ്ട്, അത് കൂടി ചേർന്നിട്ട് എന്താവും, HCl ആവും. സിമ്പിൾ അല്ലേ, ഇത്രയേ ഉള്ളൂ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് എന്ത്, ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അടുത്താണ് അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും സിംഗിൾ ബോണ്ടിനല്ല. അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിനാണ്. അതെന്താ, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിനാണ് എന്ത് വരുന്നത്, അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോ അഡീഷൻ റിയാക്ഷനിൽ ഡബിൾ ബോണ്ട് എന്തായി മാറും, ഡബിൾ ബോണ്ട് എന്തായി മാറും, സിംഗിൾ ബോണ്ടായി മാറും. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതെന്തായി മാറും, ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. അതാണ് ക്വസ്റ്റ്യനിൽ മെയിൻ ഇവിടെ നോക്കിയേ, CH2 ഡബിൾ ബോണ്ട് CH2, ഈ ഡബിൾ ബോണ്ട് എന്തായി, സിംഗിൾ ബോണ്ട് ആയി. ഇതിങ്ങനെയല്ല, CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2. ഈ നിക്കല് ആരോ മാർക്കിന്റെ മുകളിലാണ് ഈ നിക്കല് വരുന്നത്, ആരോ മാർക്കിന്റെ മുകളിലാണ് അത് വരേണ്ടത്. ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, പ്ലസ് H2 ഉണ്ട്. ഈ H2 എന്ന് പറയുമ്പോൾ അത് 2 H ഇല്ലേ, ഈ ഒരു H എവിടെ വരും, ഡബിൾ ബോണ്ടിന്റെ ആദ്യത്തെ കാർബൺ ആറ്റത്തിലേക്ക് വരും, മറ്റേ H ഈ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലേക്ക് വരും. നോക്കിക്കോ, നമുക്കിവിടെ ചെയ്യാം. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് വരും, ഈ H2 എന്ന് പറയുന്നത് എന്താണ്, H, 2 H ഇല്ലേ, ഈ ഒരു H എന്താവൂടാ, ഇങ്ങോട്ടേക്ക് വരും, ഡബിൾ ബോണ്ടിന്റെ ഇപ്പുറത്തുള്ള കാർബണിലേക്ക് വരും. ഈ ഒരു H എന്താവും, ഡബിൾ ബോണ്ടിന്റെ അപ്പുറം സൈഡിലുള്ള കാർബൺ ആറ്റത്തിലേക്ക്, 2 കാർബൺ ആറ്റത്തിലേക്കും ഓരോ H പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, CH2 ഓൾറെഡി ഉണ്ട് അവിടെ, അതിന്റെ ഒക്കെ ഒരു H കൂടി വരുമ്പോ അതെന്താവും, CH3 ആവും. പിന്നെ ഡബിൾ ബോണ്ട് എന്താവും എന്ന് പറഞ്ഞിന്, സിംഗിൾ ബോണ്ട് ആവും എന്ന് പറഞ്ഞിന്. അപ്പൊ ഇവിടെ എന്ത് വരും, CH2 ഉള്ളത് CH3 സിംഗിൾ ബോണ്ട് CH3. അങ്ങനെയല്ലേ നമുക്ക് കിട്ടിയേ, CH3 സിംഗിൾ ബോണ്ട് CH3. അതാണ് എന്തെന്ന് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിനാണ്. ഡബിൾ ബോണ്ട്, ദ്വിബന്ധനും ത്രിബന്ധനും വരുന്ന സംയുക്തങ്ങൾക്ക് മാത്രമാണ് എന്ത് നടക്കുക, അഡീഷൻ റിയാക്ഷൻ നടക്കുക. അടുത്താണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. അപ്പൊ ഈ പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നതിൽ അഡീഷൻ പോളിമറൈസേഷനും ഉണ്ട്, കണ്ടൻസേഷൻ പോളിമറൈസേഷനും ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ആ ഒരു മോണോമറും പോളിമറും അതിന്റെ യൂസും കാണിക്കുന്ന ഒരു ടേബിൾ ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ പോളിമർ എന്ന് പറയുന്ന എന്ത്, PVCയുടെ മോണോമർ എന്ന് പറയുന്നത് എന്താണ്, വിനൈൽ ക്ലോറൈഡ് ആണ്. PVCയുടെ ഫുൾ ഫോം എന്താ, പോളി വിനൈൽ ക്ലോറൈഡ്. ചോദിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. പോളി വിനൈൽ ക്ലോറൈഡ്, അതിന്റെ മോണോമർ എന്ന് പറയുന്നത് വിനൈൽ ക്ലോറൈഡ് ആണ്. പിന്നെ അതിന്റെ ഉപയോഗം എന്തൊക്കെയാണ്, അതിന്റെ ഉപയോഗം പൈപ്പ് നിർമ്മാണത്തിനും പിന്നെ അതുപോലെ ഫർണിച്ചർ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, PVC പൈപ്പൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അതൊക്കെയാണ് അതിന്റെ യൂസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ പോളിത്തീൻ എന്ന് പറയുന്ന പോളിമറിന്റെ മോണോമർ ആണ് ഈഥീൻ. ഈഥീന്റെ പോളിമർ ആണ് പോളിത്തീൻ. അതിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കി വെക്കാം. ഇനി നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നതിന്റെ മോണോമർ ആണ് ഐസോപ്രീൻ. എന്ന് പറയുന്നത്, അപ്പൊ നാച്ചുറൽ റബ്ബർ എന്തിനാ ഉപയോഗിക്കുന്നത്, ടയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ടെഫ്ലോൺ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ മോണോമർ എന്ന് പറയുന്നത് ടെട്രാ ഫ്ലൂറോ ഈഥീൻ ആണ്. ടെട്രാ ഫ്ലൂറോ ഈഥീൻ, അത് ഓർക്കണം, ഈഥെയ്ൻ അല്ല, ANE അല്ല, ENE ആണ്, ഈഥീൻ. അത് മാറരുത്, മാറിയാൽ മാർക്ക് കുറയും. അപ്പൊ ടെട്രാ ഫ്ലൂറോ ഈഥീൻ അത് എന്തിനാ ഉപയോഗിക്കുന്നത്, നമ്മുടെ പാചകം ചെയ്യുന്ന നോൺ സ്റ്റിക്കിലൊക്കെ അതിന്റെ അകത്തുള്ള ആ ഒരു നോൺ സ്റ്റിക്കിലൊക്കെ ഒരു കോട്ടിങ് വരുന്നില്ലേ, ആ ഒരു കോട്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ടെഫ്ലോൺ ഉപയോഗിക്കുന്നത്. അപ്പോ ടെഫ്ലോണിന്റെ മോണോമർ എന്ന് പറയുന്നത് എന്താണ്, ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ഈഥീൻ ആലോചിക്കാം. ഇനി
ഒർലോൺ എന്ന് പറയുന്നതിന്റെ മോണോമർ ആണ് ആക്രോനൈട്രൈൽ. അത് എന്തിനാ ഉപയോഗിക്കുന്നത്? സിന്തറ്റിക് ഫൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഒർലോൺ ഉപയോഗിക്കുന്നത്. എല്ലാത്തിന്റെയും മോണോമറും പോളിമറും പഠിച്ചു വെക്കാം. ചോദിക്കും. അതിന്റെ എന്തെങ്കിലും ഒരു ഉപയോഗവും പഠിച്ചു വെക്കാം. ആ ഒരു ഉപയോഗം ചോദിക്കാം. അപ്പൊ അത്രയാണ് എന്ത് അഡീഷൻ പോളിമറൈസേഷനിൽ വരുന്നത്. ഇതൊക്കെയാണ്. അപ്പൊ അത് അഡീഷൻ പോളിമറൈസേഷൻ നമുക്ക് ഇതൊക്കെ ചെയ്തു നോക്കാം. അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അഡീഷൻ റിയാക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് HCl gives A. ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നു. ഇതെന്ത്? A എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ഈ A എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ ട്രിപ്പിൾ ബോണ്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? അതെന്ത് റിയാക്ഷൻ ആയിരിക്കും? അഡീഷൻ റിയാക്ഷൻ ആണ്. അത് അപ്പൊ തന്നെ എഴുതി വെക്കാം. ഇതെന്ത് റിയാക്ഷൻ ആണ്? അഡീഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ അഡീഷൻ രാസപ്രവർത്തനമാണ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ HCl ആണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ഹൈഡ്രജൻ എന്താവും? ഈ ഒരു കാർബണിലോട്ട് പോവും. മറ്റേ Cl എന്താവും? മറ്റേ കാർബൺ കോമ്പൗണ്ടിലോട്ട് പോവും. അപ്പൊ ഇവിടെ എന്ത് വരും? CH അവിടെ ഓൾറെഡി ഉണ്ട്. ഒരു H കൂടി കൂടുമ്പോ CH2. ഇനി ട്രിപ്പിൾ ബോണ്ട് എന്താവും എന്ന് പറഞ്ഞ അഡീഷൻ റിയാക്ഷനിൽ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവും, ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. അത് മറക്കരുത്. ട്രിപ്പിൾ ബോണ്ട് എന്താവുന്നുണ്ട്? ഡബിൾ ബോണ്ട് ആവുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എന്ത് വരും? CH. ഈ ഒരു Cl കൂടി കൂടുമ്പോ എന്താവും? CH ആവും. ഇതാണ് എന്തെന്ന് നമ്മളെ A കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന അടുത്ത ഒരു സബ് ക്വസ്റ്റ്യൻ ആണ് Na gives. ഇതാണ് ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ആണ് Na gives B. Na gives B എന്ന് പറയുമ്പോ ഇവിടെ എന്ത് വന്നു? N വന്നു. N വന്നാൽ അത് എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്? പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ Na എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതണം? N CH2 ഡബിൾ ബോണ്ട് CHCl. N CH2 ഡബിൾ ബോണ്ട് CHCl. ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇതെന്താണ്? ഏതിന്റെ മോണോമർ ആണിത്? ഏത് പോളിമറിന്റെ മോണോമർ ആണിത്? PVCയുടെ മോണോമർ അല്ലേ? അപ്പോ ഇത് നമുക്ക് Na gives B. പോളിമറൈസേഷൻ റിയാക്ഷൻ എങ്ങനെയാ ചെയ്യാ? സിമ്പിൾ ആണ്. എന്ത് എഴുതിയാ മതി? എന്ത് എഴുതണം? ആദ്യം ഈ CH2 അങ്ങനെ തന്നെ എഴുതാം. CH2 എഴുതി ഡബിൾ ബോണ്ട് എന്താക്കണം? പോളിമറൈസേഷനിൽ സിംഗിൾ ബോണ്ട് ആക്കണം. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ പോളിമറൈസേഷൻ റിയാക്ഷനിൽ അത് എന്താക്കണം? സിംഗിൾ ബോണ്ട് ആക്കണം. എന്നിട്ട് എന്ത് എഴുതാം? CHCl എഴുതാം. ഒരു വ്യത്യാസവും ഇല്ല. ഈ ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആക്കിയാൽ മതി. പിന്നെ എന്താക്കണം? ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇടാ. ഇങ്ങനെ രണ്ട് ബോണ്ട് കാണിക്കാം. എന്നിട്ട് എന്താണ്? ഇവിടെ ഒരു N ഇടാം. അത്രേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ പോളിമർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? PVC ആണ്. ഈ PVCയുടെ മോണോമർ എന്ന് പറയുന്നത് എന്താണ്? വിനൈൽ ക്ലോറൈഡ് ആണ് എന്തെന്ന് അതിന്റെ മോണോമർ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ എഴുതി വെക്കാം. CH2 CHCl അങ്ങനെ എഴുതാം. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനെ സിംഗിൾ ബോണ്ട് ആക്കാം. ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ രണ്ട് ബോണ്ട് കാണിക്കാം. ഒരു N എഴുതാം. അത്രേ ഉള്ളൂ എന്തെന്ന് ഇതിന്റെ പോളിമർ എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. NCF2 ഡബിൾ ബോണ്ട് CF2. ഇതെന്താണ്? NCF2 എന്ന് പറയുന്നത് ടെട്രാഫ്ലൂറോ ഈഥേൻ ആണ്. ടെട്രാഫ്ലൂറോ ഈഥീൻ. നമ്മളെ ടെഫ്ലോണിന്റെ മോണോമറായ ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ് ഇത്. അപ്പോ ഇതിന് നമുക്ക് എങ്ങനെയാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ കിട്ടുന്നത്? എങ്ങനെ എഴുതാം? CF2 എഴുതാം. ഡബിൾ ബോണ്ട് ഇല്ല, സിംഗിൾ ബോണ്ട് ആക്കാം. CF2 എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? രണ്ട് സൈഡും ബ്രാക്കറ്റ് ഇടാം. ഇങ്ങനെ ഓരോ ബോണ്ട് കാണിക്കാം. N എഴുതാം. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പോളിമർ എഴുതാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. NCH2 ഡബിൾ ബോണ്ട് CH2. ഇതെന്താണ്? ഈഥീൻ ആണ്. CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നത് ഈഥീൻ അല്ലേ? അപ്പൊ ഇതെന്താവും? പോളി ഈഥീൻ ആവും. ഇത് ടെഫ്ലോൺ ആണ്. ഇതെന്താവും? പോളി ഈഥീൻ ആവും. എങ്ങനെയാണ് പോളി ഈഥീൻ എഴുതാ? CH2 എഴുതാ. ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുക? സിംഗിൾ ബോണ്ട് ആക്കുക. CH2 എഴുതാ. ബ്രാക്കറ്റ് ഇടുക, ബോണ്ട് ഇടുക, N ഇടുക. ഇങ്ങനെയാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ എഴുതുക. സിമ്പിൾ ആണ് പോളിമറൈസേഷൻ റിയാക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ടേബിൾ എല്ലാവരും പഠിച്ചു വെക്കാം. മോണോമറും പോളിമറും അതിന്റെ ഒരു യൂസും പഠിച്ചു വെക്കാം.
ഇനി അടുത്താണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ടേബിൾ ആണ്. കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ ആരെല്ലാം മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഏതാണ്? നൈലോൺ 66 ആണ് കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ? നൈലോൺ 66 ആണ് കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പോ ഇതിന്റെ മോണോമർ എന്ന് പറയുന്ന ആരെല്ലാണ്? അത് ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ഏതെല്ലാന്ന്? അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലീൻ ഡൈയമീനും. ഹെക്സാമെത്തിലീൻ ഡൈയമീൻ, അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലീൻ ഡൈയമീനും ആണ് നൈലോൺ 66ന്റെ മോണോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡിപ്പിക് ആസിഡ് ഇതെങ്ങനെയാണ്? ഇതിന്റെ ഇക്വേഷൻ, ആ ഒരു കെമിക്കൽ ഫോർമുല എഴുതാനും നിങ്ങൾ പഠിക്കണം. അത് സിമ്പിൾ ആണ്, ടഫ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒഴിവാക്കരുത്. അഡിപ്പിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സൈഡിലും എന്ത് കൊടുക്കാം? ആദ്യം N ഇടാം, എന്നിട്ട് ഒരു COH കൊടുക്കാം. അതിന്റെ തുടക്കത്തിലും എൻഡിലും എന്ത് കൊടുക്കാം? COH കൊടുക്കാം. നടുക്ക് എന്ത് എഴുതാം? CH2 4 times. CH2 എത്ര തവണ? 4 തവണ. CH2 4 times എന്ന് എഴുതാം. സ്റ്റാർട്ടിങ് COH, തുടക്കത്തിലും അവസാനവും എൻഡിലും COH കൊടുക്കാം. N കൊടുക്കണേ. പോളിമറൈസേഷൻ റിയാക്ഷൻ എവിടെ കണ്ടാലും എന്ത് വേണം? N വേണം. നടുക്ക് എന്ത് ചെയ്താ? CH2 ബ്രാക്കറ്റ് ഇട്ടിട്ട് 4 times എഴുതാം. ഇതാണ് അഡിപ്പിക് ആസിഡ്. അതേപോലെയാണ് ഹെക്സാമെത്തിലിൻ ഡൈയമീൻ. ഹെക്സാമെത്തിലിൻ ഡൈയമീൻ എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്? ഇവിടെ COHന് പകരം ഇവിടെ എന്താ വരുന്നത്? NH2. സ്മോൾ ലെറ്റർ N എഴുതാം. NH2. രണ്ട് സൈഡിലും എന്ത് എഴുതാം? NH2 എഴുതാം. നടുക്ക് ആരാ വരുന്നത്? ഇതേപോലെ CH2. ഈ CH2 ഇവിടെ 4 തവണയാണുള്ളത്, ഇവിടെ 6 തവണ. 6 times ആണ്. ഇവിടെ 4 times ആണ്, ഇവിടെ 6 times ആണ്. അപ്പൊ അഡിപ്പിക് ആസിഡ് രണ്ട് സൈഡിലും COH, നടുക്ക് CH2 4 times. ഹെക്സാമെത്തിലിൻ ഡൈയമീൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും NH2, നടുക്ക് CH2 6 times. പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ ഇത്? അപ്പൊ N എഴുതാൻ മറക്കരുത്. ഇനി ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നൈലോൺ 66 കിട്ടും. അതെങ്ങനെയാണ് എഴുതുക? ഈ ഒരു OHഉം ഇതില് ഒരു H ഒഴിവാക്കാം. അപ്പൊ എന്താവും? എന്ത് വരും? CO. അത് കഴിഞ്ഞിട്ട് ഈ CH2 4 times CO. ബാക്കിയുള്ളത് അതേപോലെ എഴുതിയാൽ മതി. NH2 ആയിരുന്നു ഉണ്ടായത്. ഒരു H പോകുമ്പോ NH, CH2 6 times NH, CH2 6 times NH. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഹൈഡ്രജനും OHഉം OH എല്ലാം കളഞ്ഞിട്ടില്ലേ? അത് എങ്ങോട്ടാ കളഞ്ഞത്? ഈ OHഉം ഈ Hഉം കൂടി ചേർന്നിട്ട് എന്താവും? NH2. വാട്ടർ ആവൂലേ? ഇതില് ഒരു OHഉം ഒരു Hഉം കൂടി ചേർന്നിട്ട് വാട്ടർ ആവും. ഈ ഒരു Hഉം ഈ ഒരു OHഉം കൂടി ചേർന്നിട്ട് എന്താവും? വാട്ടർ ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് എന്തെന്ന്? നൈലോൺ 66 എന്ന് പറയുന്നത്. ഈ ഒരു OHഉം OH, ഇതിൽ ഓരോ H ഒഴിവാക്കുക, ബാക്കി അതേപോലെ എഴുതാം. CO, CH2 4 times CO. പിന്നെ ഈ പ്ലസ് ഒഴിവാക്കിയിട്ട് ബോണ്ട് വരച്ചിട്ട് വീണ്ടും NH, CH2 6 times NH. എന്നിട്ട് എന്ത് വരക്കണം? ലാസ്റ്റ് എന്ത് ഇടണം? ഒരു N ഇടാൻ മറക്കരുത്. ഇങ്ങനെയാണ് എന്ത് എഴുതുക? നൈലോൺ 66ന്റെ. അപ്പൊ നൈലോൺ 66ന്റെ മോണോമർ എന്താണ്? അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡൈയമീനും ആണ്. അത് മറക്കരുത്. അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. അത് ഫീനോളും ഫോർമാൽഡിഹൈഡും ആണ് അതിന്റെ മോണോമർ എന്ന് പറയുന്നത്. പോളിമർ ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. അതുപോലെ പോളിസ്റ്ററിന്റെയും മോണോമർ എന്താ, പോളിമർ എന്താന്ന് പഠിക്കാം. അതിന്റെ യൂസും പഠിക്കാം. ഈ ടേബിളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ളതാണ് തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം. നമ്മൾ പഠിച്ചു. തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ എന്തായി മാറും? ഒരു ആൽക്കെയിൻ CH3 ഒരു സിംഗിൾ ബോണ്ട് വരുന്ന ഒരു ആൽക്കെയിൻ എന്തായി മാറും? അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലെ? അത് വിഘടിച്ചിട്ട് രണ്ടെണ്ണാവും. അതിൽ ഒരെണ്ണം ഡബിൾ ബോണ്ട് ആയിരിക്കും, ഒരെണ്ണം സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഒരു ഡബിൾ ബോണ്ടും ഒരു സാച്ചുറേറ്റഡും ഒരു അൺസാച്ചുറേറ്റഡും, ഒരു ഏകബന്ധനും ഒരു ദ്വിബന്ധനും ഉള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയേ, CH3 എന്ന് പറയുന്നത് എന്തായി മാറി? CH4 plus CH2 ഡബിൾ ബോണ്ട് CH2. ഇപ്പൊ
ഏതെങ്കിലും ഒരെണ്ണം തന്നാൽ നിങ്ങൾക്ക് മറ്റേത് എഴുതാൻ പറ്റൂലേ? ബാക്കി കാർബൺ എണ്ണി നോക്കിയിട്ട് എഴുതിയാൽ മതി. ഇതാണ് എന്തെന്ന് തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തയാണ് കമ്പഷൻ. കമ്പഷൻ എന്ന് പറയുന്നത് എന്തുണ്ട് ഇവിടെ? ഓക്സിജൻ വന്നാൽ നമുക്ക് എന്ത് പറയാം? അത് കമ്പഷൻ ആണെന്ന് പറയാം. വെൻ ഹൈഡ്രോകാർബൺ ബേൺ ദേ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം CO2 ആൻഡ് H2O. ഒരു ഹൈഡ്രോകാർബൺ, ഒരു കാർബൺ അടങ്ങിയ ഒരു സംയുക്തം കത്തിച്ചാൽ, കത്തിക്കുമ്പോൾ എന്ത് വേണം? ഓക്സിജൻ വേണം. കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും ജലവും അടങ്ങിയ ഒരു നമുക്ക് അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എന്തെല്ലാം കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഹീറ്റും ലൈറ്റും വരുന്നുണ്ട്. ഇനി ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം നിങ്ങൾ. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ C3H8 പ്ലസ് 5O2 ഇങ്ങനെ തന്നു എന്ന് വിചാരിച്ചോ. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങള്? ബാക്കി എന്താന്ന് നിങ്ങൾ എഴുതണം. എങ്ങനെ എഴുതും? വേറൊരു പേജിൽ ചെയ്യാം. C3H8 പ്ലസ് 5O2 ഇതാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ. അപ്പോ gives dash. അപ്പൊ നമുക്കറിയാം എന്ത് കിട്ടും? CO2 H2O ആണ് കിട്ടുന്നതെന്ന് നമുക്കറിയാം. ഏത് ബേൺ ചെയ്താലും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അല്ലേ കിട്ടുന്നത്. ഇനി ഇതിനെ ബാലൻസ് ചെയ്യണം. അതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഈ കാർബണിൽ എത്രയാണ് ഇല്ലത്? എത്ര കാർബൺ ആറ്റാന്നുള്ളത്? 3 കാർബൺ ആറ്റാന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? ഈ 3 എന്ന് പറയുന്നത് എവിടെ എഴുതണം? ഇവിടെ എഴുതാം. CO2ന്റെ ഇപ്പുറത്ത് എന്ത് എഴുതാം? ഈ 3 അതേപോലെ എഴുതാം. എന്നിട്ട് ഈ ഹൈഡ്രജൻ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 8 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ഈ 8 ഹൈഡ്രജൻ എന്ത് ചെയ്യണം? ഇവിടെ അല്ലേ നമ്മളെ ഹൈഡ്രജൻ ഇല്ലേ? ഈ 8 ആണെങ്കിൽ അതിന്റെ പകുതി 4, പകുതി എഴുതാം. ഈ കാർബൺ എത്രയാണോ ഇല്ലത് ആ സെയിം എണ്ണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇപ്പുറത്ത് എഴുതാം. ഇനി ഹൈഡ്രജൻ 8 ആണില്ലെങ്കിൽ അതിന്റെ പകുതി 4. ഇപ്പൊ ഇവിടെ 10 ആണില്ലെങ്കിൽ അതിന്റെ പകുതി 5. അത് ഈ വാട്ടറിന്റെ ഇപ്പുറത്ത് എഴുതാം. ഇനി എന്ത് ചെയ്യാം? ഇനി ഓക്സിജൻ മൊത്തത്തിൽ എത്ര ഉണ്ട് എന്ന് എണ്ണി നോക്കാം. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 × 2 6. ഇവിടെ പ്ലസ് 4. ഇവിടെ 2 ഓക്സിജൻ, ഇത് കൂടുമ്പോ 3 × 2 6 അല്ലേ? ഇവിടെ 4. മൊത്തത്തില് 6 4 10 ഓക്സിജൻ ഉണ്ട്. ഈ 10 ഓക്സിജൻ ഉണ്ടെങ്കിൽ 10/2 അതിന്റെ പകുതിയാണ് എന്ത് വരുന്നത്? ഇവിടെ വരുന്നത്. 10 ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് എഴുതേണ്ടത്? ഈ ഒരു ഇതിനെ ബാലൻസ് ചെയ്യൽ ഇങ്ങനെയാണ്. ഒന്നും കൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? C3H8 പ്ലസ് 5O2 ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? CO2 പ്ലസ് H2O ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഈ സിക്ക് എത്രയാണോ കാർബൺ ആറ്റമിൽ അത് ഡയറക്റ്റ് ഈ 3 ഇവിടെ എഴുതാം. ഓക്കെ, ഈ 3 എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം. ഇനി ഈ H എത്രയാണോ ഉള്ളത് അത് അതിന്റെ ഹാഫ് ആണ് നമ്മൾ എഴുതുന്നത്. 8/2 ആണ് ഹാഫ്. അത് എവിടെ എഴുതാം? ഇവിടെ എഴുതാം. അപ്പോ ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര ഓക്സിജൻ ഉണ്ട് നോക്കാം. ഇവിടെ 3 × 2 6 ഓക്സിജൻ ഉണ്ട്. പ്ലസ് ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ എത്രയായി? 10 ഓക്സിജൻ ആയി. അതിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത്, ഈ 5 എന്ന് വരുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് എന്തെന്ന് കമ്പഷൻ ചെയ്യുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2C4H10 പ്ലസ് 13O2 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? പ്രൊഡക്റ്റ് CO2 പ്ലസ് H2O അല്ലേ വരുന്നത്. ഇനി എത്ര CO2 പ്ലസ് H2O വരും. എത്ര CO2 ഉണ്ട്, എത്ര H2O ഉണ്ട് എന്ന് എഴുതണം. അപ്പൊ ഇവിടെ എത്രയാണ് കാർബൺ ഉള്ളത്? 4. പക്ഷെ ഈ രണ്ടും കൂടി കൂട്ടണ്ടേ? ഈ കാർബണിന് ബാധകമാണല്ലോ. അപ്പൊ 4 × 2 എത്രയായി? 8 കാർബൺ ആയി ഇടാം. അത് എവിടെ വരും? ഇവിടെ വരും. 8 CO2 എന്ന് വരും. പിന്നെ എന്ത് വരും? ഇവിടെ എത്രയാണ് ഹൈഡ്രജൻ ഉള്ളത്? 10 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അത് എവിടെ വരും? ഈ 10 × 2 ഈ രണ്ടും കൂടി കൂട്ടുമ്പോ അത് 20 ആയി. അപ്പൊ 20ന്റെ പകുതി 10 ഇടാം. 10 H2O എന്ന് വരും.
ഇനി മൊത്തം ഓക്സിജൻ എത്ര ഉണ്ട് നോക്കിക്കോ. 8 × 2 16, ഇവിടെ 10, 18ഉം 10 എത്ര 26, അതിന്റെ പകുതി 13 ഇവിടെ വന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് കമ്പഷൻ? ബ്യൂട്ടൈൻ ബേൺസ് ഇൻ എയർ ഗീവ്സ് എക്സ് ആൻഡ് വൈ. ജ്വലനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ ബ്യൂട്ടൈൻ വായുവിൽ കത്തുമ്പോൾ എക്സും വൈയും കിട്ടുന്നു. ആ എക്സും വൈയും എഴുതാനാണ് പറയുന്നത്. അപ്പോൾ കമ്പഷൻ ജ്വലനം എന്താണെന്ന് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ജ്വലനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാർബൺ സംയുക്തം, ഒരു കാർബൺ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജന്റെ പ്രസൻസിൽ കത്തുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ജ്വലനം എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്തെല്ലാം കിട്ടുന്നത് അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട്? എക്സും വൈയും. അപ്പൊ എക്സ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വൈ എന്ന് പറയുന്നത് വാട്ടർ, H2 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ റിയാക്ഷൻ ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതാണ്. എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് ഒന്നും കൂടി ചെയ്യുന്നില്ല. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, CH3COH plus CH3CH2CH2OH gives A. ഇവിടെ ഇതെന്താണ്? CH3COH എന്ന് പറയുന്നത് എന്താണ്? ഒരു കാർബോക്സിലിക് ആസിഡ് അല്ലേ? കാർബോക്സിലിക് ആസിഡ് ആണത്. അപ്പൊ അത് ഏത് കാർബോക്സിലിക് ആസിഡ് ആണ്? CH3COH എന്ന് പറയുന്നത് ഏത് കാർബോക്സിലിക് ആസിഡ് ആണ്? ഇതൊരു എത്തനോയിക് ആസിഡ് ആണ്. അതുപോലെ ഇതെന്താണ് വരുന്നത്? ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം ഉണ്ട്. ഇത് OH വന്നോണ്ട് അതെന്താണ്? ആൽക്കഹോൾ ആണ്. അപ്പൊ അതെന്താണ്? എത്തനോയിക് ആസിഡും അതുപോലെ പ്രൊപ്പനോളും ആണ് ഇവിടെ വരുന്നത്. ഇനി റൈറ്റ് ദ പ്രൊഡക്റ്റ് എ. എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. അപ്പൊ എ എന്തായിരിക്കും? എ എന്തായിരിക്കും? ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് എസ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ അല്ലേ ഇത്? അപ്പോ ഇതെന്താ വരിക? CH3COO. അത് എഴുതാ. H ഒഴിവാക്കുക. പിന്നെ എന്ത് എഴുതാ? ബാക്കി ഇത് എഴുതാ. CH2 CH3. ബാക്കി ഇത് എഴുതാ. ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതാ. CH2 CH3. CH2 CH2 CH3. ഇങ്ങനെയാണ് എന്ത് എഴുതാ? ഇതിന്റെ പ്രൊഡക്റ്റ് എഴുതാ. ഈ ഒരു OH ഉം ഈ ഒരു OH ഒഴിവാക്കുക. ബാക്കി OH അല്ല, ഇതിൽ H. ഈ ഒരു H ഉം ഈ ഒരു OH ഒഴിവാക്കുക. CH3COO വരെ എഴുതാ. പിന്നെ എന്ത് ചെയ്യാ? CH2 എന്ന് എഴുതാം. ഇതാണ് എന്തെന്ന്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നെയിം ദ പ്രൊഡക്റ്റ്. ഇനി ഇതിന്റെ പേരാണ് എഴുതാൻ പറയുന്നത്. അപ്പോ ഇതിന്റെ പേരെന്താണ്? പേര് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ എത്ര കാർബൺ ആറ്റാണുള്ളത്? 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോ ഇത് എസ്റ്ററിൽ വരുന്ന കോമ്പൗണ്ട് ആണ്. നമ്മൾ എങ്ങനെയാ നെയിം ചെയ്യുക? പ്രൊപ്പൈൽ എത്തനോയേറ്റ്. പ്രൊപ്പൈൽ എത്തനോയേറ്റ് എന്നാണ് ഇതിന്റെ പേര്. പ്രൊപ്പൈൽ എത്തനോയേറ്റ്. 3 കാർബൺ ആറ്റം വരുന്നതുകൊണ്ട് എന്ത് എഴുതും? പ്രൊപ്പൈൽ. പിന്നെ ബാക്കി ഒരു കോമ്പൗണ്ട് നമ്മൾ എന്ത് എഴുതാ? എത്തനോയേറ്റ്. ഇവിടെ 2 കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ എത്തനോയേറ്റ് എഴുതും. എസ്റ്റർ. ഇങ്ങനെയാണ് എസ്റ്ററിനെ നെയിം ചെയ്യുന്നത്. ഇനി മെൻഷൻ വൺ യൂസ്. എസ്റ്ററിന്റെ ഒരു ഉപയോഗം എന്താണ്? എസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പൊതുവെ എന്താണ്? നല്ല സുഗന്ധം ഉള്ള കോമ്പൗണ്ട്സ് അല്ലേ? ഫ്രൂട്ട്സിന്റെയും ഫ്ലവേഴ്സിന്റെ ഒക്കെ നല്ല സ്മെല്ല് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? പെർഫ്യൂംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. യൂസ്ഡ് ഇൻ പെർഫ്യൂംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? എസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമ്മൾ നേരത്തെ പഠിച്ച റിയാക്ഷൻസ് ആണ്. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, CH3 plus Cl2. അപ്പോ ഈ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഇത് ഇവിടെയാണ് വരുന്നത്. ഇതിന്റെ മലയാളം വേർഡ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ CH3 plus Cl2 എന്ന് പറയുന്നത് ഇവിടെ സിംഗിൾ ബോണ്ട് ആണ് ഉള്ളത്. Cl2. അപ്പൊ ഈ Cl എന്താവും? Cl ആവും. ഒരു Cl ഒരു കാർബൺ ആറ്റത്തിലേക്കും മറ്റേ Cl മറ്റേ കാർബൺ ആറ്റത്തിലേക്കും പോവും. അല്ല സോറി, ഇതെന്താണ്? ഇവിടെ എന്താ നടക്കുന്നത്? Cl ആണ് നടക്കുന്നത്. അത് വരച്ചു നോക്കാം നിങ്ങൾ. അപ്പൊ കിട്ടും CH3 രണ്ട് Cl ഉണ്ട്. അപ്പൊ സിംഗിൾ ബോണ്ട് വന്നോണ്ട് നമുക്ക് എന്ത് പറയാത്? അവിടെ
സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനമായിരിക്കും നടക്കുന്നത്. അപ്പോ ഇവിടെ എന്ത് വരും? ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ആര് വരും? ഒരു Cl വരും. പിന്നെ ഈ ഹൈഡ്രജനും മറ്റേ Cl ഉം കൂടി ചേർന്നിട്ട് HCl ആവും. അപ്പോ അത് ഏതാണ്? CH3 CH2 Cl പ്ലസ് HCl ആണ്. അത് ഏത് റിയാക്ഷൻ ആണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. ഇനി C2H6 പ്ലസ് O2. O2 വരുമ്പോ അത് ഏതാണ്? O2 വന്നാൽ അത് അപ്പൊ തന്നെ എഴുതാം കമ്പഷൻ ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് എന്താണ്? CO2 പ്ലസ് H2O. അതുപോലെ അത് കമ്പഷൻ ആണ്. ഇനി NCH2. N വന്നാൽ അതെന്താണ്? പോളിമറൈസേഷൻ ആണ്. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റിൽ എന്തുണ്ടാവും? N ഉണ്ടാവും. അത് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. ഇനി CH3 CH2 CH3. അതെന്തായിരിക്കും? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അതെന്താണ്? താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ്. അത് എന്ത് കിട്ടും നമുക്ക്? ഒരു ഡബിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടും അടങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് അതിൽ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മാച്ച് ഫോളോയിങ്. ഈ എല്ലാ റിയാക്ഷന്റെ പേരും അതിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നാൽ അത് അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് എന്തായിരിക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആദേശ രാസപ്രവർത്തനം ആയിരിക്കും. അതിൽ തെർമൽ ക്രാക്കിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണം. തെർമൽ ക്രാക്കിംഗിൽ എന്താണ് വരുന്നത്? ഒരു ഡബിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടും അടങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്. പിന്നെ ഓക്സിജൻ വന്നാൽ അതെന്തായിരിക്കും? കമ്പഷൻ ആയിരിക്കും. അടുത്ത ഫൈൻഡ് എ ആൻഡ് ബി ആൻഡ് കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. എയും ബിയും കണ്ടെത്തി രാസസമവാക്യം പൂർണ്ണമാക്കുക. അപ്പൊ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഈ ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. ഇനി അതിൽ എയും ബിയും എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ എ എന്താണ്? ഇത് എസ്റ്ററിന്റെ ഒരു പ്രൊഡക്റ്റ് അല്ലേ തന്നിട്ടുള്ളത്. അപ്പൊ എ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് CH3 CH2 ഏടം വരെ എഴുതണം? COO കഴിഞ്ഞിട്ട് ഒരു H ഇടുക. ഇതെന്താണ്? ആസിഡ്. ഇതിൽ ആസിഡും ആൽക്കഹോളും ആണ് ഉള്ളത്. ഈ ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ആസിഡ് എന്ന് പറയുന്നത് ആദ്യം നിന്ന് തുടങ്ങിയിട്ട് OO കഴിഞ്ഞിട്ട് ഒരു H ഇട്ടാൽ അതെന്തായി? ആസിഡായി. ഇനി ആൽക്കഹോൾ എങ്ങനെയാ? നേരെ തിരിച്ചിങ്ങോട്ട് എഴുതാം. CH3 കഴിഞ്ഞിട്ട് ഒരു OH ഇട്ടാൽ അതെന്തായി? ആൽക്കഹോൾ ആയി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇക്വേഷൻ എയും ബിയും കണ്ടുപിടിക്കുന്നത്. ആസിഡ് കണ്ടുപിടിക്കണമെങ്കിൽ COO വരെ എഴുതുക, എന്നിട്ട് H ഇടുക. ഇനി ആൽക്കഹോൾ ആണെങ്കിൽ അതിന് ശേഷം ഉള്ള കാർബൺ കോമ്പൗണ്ട്സ് നോക്കിയിട്ട് ഇത് ഇങ്ങോട്ട് എഴുതാം. ഇവിടെ CH3 മാത്രമേ ഉള്ളൂ. അത് ഇങ്ങോട്ട് എഴുതുമ്പോൾ എന്താവും? CH3OH ആവും. അപ്പോ ഇതാണ് എന്തെന്ന് സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനി അതിൽ വരുന്ന വേറെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മൾ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യം വരുന്ന ആളാണ് ആര്? മെഥനോൾ എന്ന് പറയും. ആദ്യം വരുന്ന ആളാണ് മെഥനോൾ. മെഥനോൾ എന്ന് പറയുന്നത്. അപ്പൊ മെഥനോൾ എന്ന് പറയുന്ന ആൽക്കഹോൾ ഗ്രൂപ്പിൽ ആദ്യത്തെ കോമ്പൗണ്ട് അല്ലേ? ഫസ്റ്റ് കോമ്പൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? മെഥനോൾ എന്ന് പറയുന്നത്. അതിനെ വേറൊരു പേരിൽ നമ്മൾ വിളിക്കുന്നുണ്ട്. എന്താണ്? വുഡ് സ്പിരിറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനിൽ. എന്താണ് അതിനെ വിളിക്കുന്നത്? വുഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്ന ഏത് സംയുക്തത്തിനെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. മെഥനോളിനെയാണ് എന്ത് വിളിക്കുന്നത്? വുഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി മെഥനോൾ എങ്ങനെയാ ഉണ്ടാക്കുക? മെഥനോൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും. എന്തിന്റെ സാന്നിധ്യത്തില്? കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തില് 573 കെൽവിനില് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? CH3OH, നമ്മുടെ മെഥനോൾ കിട്ടുന്നുണ്ട്. ഈ ഇക്വേഷൻ ഒക്കെ പഠിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാറിപ്പോകരുത്. മെഥനോളും മെഥനോയിക് ആസിഡും ഉണ്ടാക്കുന്നത് മാറിപ്പോകരുത്. ഇവിടെ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായിട്ടാണ് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവുന്നത്? മെഥനോൾ ഉണ്ടാവുന്നത്. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തിന്റെ പ്രസൻസിൽ? സാന്നിധ്യത്തിൽ? ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യം, കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ എന്തുണ്ടാവും? മെഥനോൾ ഉണ്ടാവും. എന്തിനാണ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത്? റിയാക്ഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് മെഥനോൾ കിട്ടും. അപ്പൊ അതിന്റെ മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ്. അതുപോലെ തന്നെ ഇതൊരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. ഒരു വിഷപദാർത്ഥമാണ് എന്തെന്ന്? മെഥനോൾ എന്ന് പറയുന്ന ഒരു വിഷപദാർത്ഥമാണ് എന്തെന്ന്? മെഥനോൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്? വാർണിഷ് ഉണ്ടാക്കാനും പെയിന്റ് ഉണ്ടാക്കാനൊക്കെ വേണ്ടി നമുക്ക് മെഥനോൾ ഉപയോഗിക്കാം. ഇതൊരു വിഷപദാർത്ഥമാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം.
ഇനി അടുത്ത കോമ്പൗണ്ട് ഏതാണ്? അടുത്ത കോമ്പൗണ്ട് ആണ് എഥനോൾ. മെഥനോൾ കഴിഞ്ഞാൽ അടുത്ത കോമ്പൗണ്ട് ആണ് എഥനോൾ. എഥനോൾ എന്ന് പറയുന്നത് എന്താ? എഥനോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫെർമെന്റേഷൻ ഓഫ് മൊളേസസ്. മൊളേസസിന് ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് എന്ത് ഉണ്ടാക്കുന്നത്? എഥനോൾ ഉണ്ടാക്കുന്നത്. അതിൽ മൊളേസസ് എന്താന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ നമുക്കത് എന്ത് ചെയ്യാം? മൊളേസസിനെ നേർപ്പിച്ച ശേഷം വെള്ളം ഒഴിച്ച് അത് നേർപ്പിച്ച ശേഷം അതിൽ എന്തിടും? ഈസ്റ്റ് ചേർക്കും. ഈസ്റ്റിൽ രണ്ട് എൻസൈം ഉണ്ട്. ഏതെല്ലാം എൻസൈം? ഇൻവെർട്ടേസും സൈമേസും. അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. ആദ്യം C12H22O11. ഇതെന്താണ്? പഞ്ചസാരയാണ്. അതിൽ എന്ത് ചേർക്കുന്നുണ്ട്? വെള്ളം ചേർക്കുമ്പോൾ എന്താവും? പഞ്ചസാര ലായനി ആവും, ഷുഗർ സൊല്യൂഷൻ ആവും. പഞ്ചസാര ലായനിയാണിത്. ഇനി ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഏത് എൻസൈമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഇൻവെർട്ടേസ്. ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? C6H12O6 പ്ലസ് C6H12O6. ഈ ഇക്വേഷൻ ഒക്കെ എഴുതാൻ പഠിക്കണം നിങ്ങൾ. ഇത് എന്തായാലും പഠിക്കണം. എന്താണ് ഇത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും നമുക്ക്. രണ്ടിനും ഒരേ മോളിക്കുലർ ഫോമിലാണ്, ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും. അപ്പൊ ആദ്യം പഞ്ചസാര ലായനി ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഗ്ലൂക്കോസിനെയോ ഫ്രക്ടോസിനെയോ ഏതെങ്കിലും ഒരെണ്ണത്തിന് എടുത്തിട്ട് നമ്മൾ ഏത് എൻസൈം ഉപയോഗിക്കും? സൈമേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിക്കും. സൈമേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മളെ എഥനോൾ, നമ്മളെ മെയിൻ കോമ്പൗണ്ട് ആയിട്ടുള്ള എഥനോൾ C2H5OH പ്ലസ് 2CO2 നമ്മളെ എഥനോൾ കിട്ടും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. എല്ലാ എക്സാമിനും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് കാണാണ്ട് പഠിക്കാം. അപ്പോൾ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ആ ഗ്ലൂക്കോസിനെയോ ഫ്രക്ടോസിനെയോ സൈമേസ് എന്ന് പറയുന്ന എൻസൈമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഥനോൾ കിട്ടും. ഇനി ഈ കിട്ടിയ എഥനോളിന് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് എഥനോൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 8 to 10% എഥനോളിനെ നമ്മൾ എന്ത് വിളിക്കും? അതില് കിട്ടിയ സാധനത്തിൽ 8 to 10% കോൺസെൻട്രേറ്റഡ്, ഗാഢത കൂടിയ എഥനോളിനെ നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? വാഷ് എന്നാണ് വിളിക്കുന്നത്. വാഷ് എന്നാണ് വിളിക്കുന്നത്. 8 to 10% കോൺസെൻട്രേറ്റഡ്, ഗാഢത കൂടിയ എഥനോളിനെ നമ്മൾ എന്ത് വിളിക്കും? വാഷ് എന്ന് വിളിക്കും. അപ്പൊ ഇതിനെന്ത് ചെയ്യും? ഇതിന് അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തും. അപ്പൊ എന്ത് ചെയ്യും? ഈ വെള്ളം, ബാക്കി വന്ന വെള്ളമൊക്കെ പോവൂലേ? അങ്ങനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയിട്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 95.6% എത്തനോൾ കിട്ടുന്നുണ്ട്. അംശിക സ്വേദനം നടത്തിയിട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി 95.6% എത്തനോൾ കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിലും റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും നമ്മളെ. 95.6% എത്തനോളിനെ വാഷ്, 8 to 10% കോൺസെൻട്രേറ്റഡ് എത്തനോളിനെയാണ് വാഷ് എന്ന് പറയുന്നത്. ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എത്തനോളിനെ നമ്മൾ അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് വിധേയമാക്കുമ്പോൾ നമുക്ക് 95.6% എത്തനോൾ കിട്ടും. അതാണ് എന്തെന്ന്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 100% എത്തനോളിനെ അപ്പൊ എന്തായിരിക്കും വിളിക്കുന്നത്? 100% എത്തനോളിനെ നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാണ് വിളിക്കുന്നത്. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കും. 100% എത്തനോളിനെ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കും. പിന്നെ എന്താണ് അടുത്തത്? 20% ഈ അബ്സല്യൂട്ട് ആൽക്കഹോളും 80% പെട്രോളും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് ആൽക്കഹോളിന് 20%ഉം 80% പെട്രോളും കൂടി എടുത്താൽ നമ്മൾ അതിനെ എന്ത് പറയും? പവർ ആൽക്കഹോൾ എന്ന് പറയും. ഈ പവർ ആൽക്കഹോൾ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മള് വാഹനങ്ങളിലെല്ലാം ഇന്ധനമായിട്ട്, ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. അപ്പോ വാഷ് എന്താന്ന് പഠിക്കണം, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്താന്ന് പഠിക്കണം, അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താന്ന് പഠിക്കണം, പവർ ആൽക്കഹോൾ എന്താന്ന് പഠിക്കണം. ഇത് എത്തനോളിലെല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പോ ഇത്രയാണ് പവർ ആൽക്കഹോൾ. അതിന്റെ ഉപയോഗം എന്താണെന്നും പഠിക്കണം. ഇനി ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്നാണ് അടുത്തൊരു ടേം. ഡീനേച്ചേർഡ് സ്പിരിറ്റ്, മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്, ഡീനേച്ചേർഡ് സ്പിരിറ്റ്. അപ്പൊ ഈ എത്തനോൾ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും നമ്മളെ വ്യവസായമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആൽക്കഹോൾ അല്ലേ എത്തനോൾ എന്ന് പറയുന്നത്. അപ്പോ ഇതിനെ
മദ്യമായിട്ട് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ ഡീനേച്ചർ ചെയ്യുന്നുണ്ട്. ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതില് വിഷവസ്തുക്കൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തെല്ലാം വിഷവസ്തുക്കളാണ് ആഡ് ചെയ്യുന്നത്? മെത്തനോള്, പിരിഡിൻ തുടങ്ങിയ വിഷവസ്തുക്കൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്താൽ അത് മെത്തനോളൊക്കെ പോയിസൺ ആണ്, വിഷപദാർത്ഥമാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോ ഇതിനെ മദ്യമായിട്ട് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മെത്തനോളും പിരിഡിനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീനേച്ചർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഡീനേച്ചർഡ് സ്പിരിറ്റ് എന്ന് പറയും. ഇനി മെത്തനോൾ ഉപയോഗിച്ചിട്ടാണ് അവർ അതിനെ ഡീനേച്ചർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ഡീനേച്ചർ ചെയ്യാൻ മെത്തനോൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഇത്രയാണ് എന്തുള്ളത്? മെത്തനോളിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതിന്റെ ഉപയോഗം, മെത്തനോളിന്റെ ഉപയോഗം പഠിക്കണം. എന്തെല്ലാന്ന് മെത്തനോളിന്റെ അല്ല എത്തനോളിന്റെ ഉപയോഗം. എന്തെല്ലാം എത്തനോളിന്റെ ഉപയോഗം? പവർ ആൽക്കഹോൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എന്തെല്ലാം അതും പെയിന്റ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കുറെ 4-5 പോയിന്റ് ടെക്സ്റ്റിലുണ്ട്. ഏതെങ്കിലും 2 പോയിന്റെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി അടുത്തതാണ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? എത്തനോയിക് ആസിഡിന്റെ എങ്ങനെ നമുക്ക് എഴുതാം? CH3 COOH വരുന്നതാണ് എന്തെന്ന്? എത്തനോയിക് ആസിഡ്. 2 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ഈ എത്തനോയിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇതും മെത്തനോളും മാറിപ്പോകരുത്. എത്തനോയിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മെത്തനോളിനെ നമ്മൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? കാർബൺ മോണോക്സൈഡ്. നേരത്തെ മെത്തനോൾ ഉണ്ടാക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? മെത്തനോൾ ഉണ്ടാക്കിയത്. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായിട്ട് ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ റിയാക്ട് ചെയ്യുമ്പോൾ, കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? മെത്തനോൾ കിട്ടിയത്. ഇവിടെ എത്തനോയിക് ആസിഡ് എങ്ങനെയാണ് കിട്ടുന്നത്? എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? മെത്തനോളിന്റെ പ്രസൻസിൽ മെത്തനോളും കാർബൺ മോണോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്ത് വേണം? കാറ്റലിസ്റ്റ് ഉൾപ്രേരകത്തിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3 COOH കിട്ടും. എന്ത് കിട്ടും നമുക്ക്? നമ്മളെ എത്തനോയിക് ആസിഡ് കിട്ടും. മെത്തനോള് കാർബൺ മോണോക്സൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ, കാർബൺ മോണോക്സൈഡ് ആയിട്ട് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്തനോയിക് ആസിഡ് കിട്ടും. ഇനി വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഫെർമെന്റേഷൻ ഓഫ് എത്തനോൾ വിത്ത് അസറ്റോബാക്ടർ ബാക്ടീരിയ. അസറ്റോബാക്ടർ ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് നമ്മൾ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഫെർമെന്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 5 to 8% എത്തനോയിക് ആസിഡ് കിട്ടും. 5 to 8% എത്തനോയിക് ആസിഡ് കിട്ടും. അതിനെയാണ് എന്ത് പറയുന്നത്? വിനേഗർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? വിനേഗർ എന്ന് വിളിക്കും. അതിനെയാണ് വിനാഗിരി എന്ന് നമ്മൾ വിളിക്കുന്നത്. അസറ്റോബാക്ടർ ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് ഫെർമെന്റേഷൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു എത്തനോളിനെ നമ്മളപ്പോൾ 5 to 8% എത്തനോയിക് ആസിഡ് കിട്ടും. ആ ഒരു എത്തനോയിക് ആസിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു എത്തനോയിക് ആസിഡിനെയാണ് വിനേഗർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിനാഗിരി എന്ന് പറയുന്നത്. ഇനി അതിന്റെയും ഉപയോഗമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ പഠിക്കാം. പിന്നെ എസ്റ്റർ, അടുത്ത കോമ്പൗണ്ട് ആണ് എസ്റ്റർ. എസ്റ്ററിന്റെ ഫോർമുല എങ്ങനെയാണ്? RC≡OR'. ഇങ്ങനെയാണ് എന്ത് എഴുതുന്നത്? എസ്റ്റർ എഴുതുന്നത്. 2 സൈഡിൽ എന്തുണ്ട്? ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, നടുക്ക് C≡O ഉണ്ട്. ഇങ്ങനെയാണ് എസ്റ്റർ ഉണ്ടാവുന്നത്. അപ്പോ ഇത് എങ്ങനെയൊക്കെയാണ്? ആസിഡും കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ആൽക്കഹോളും റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് എസ്റ്റർ കിട്ടുന്നത്. അപ്പോ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. CH3 COOH, എത്തനോയിക് ആസിഡും എന്ത് ചെയ്യുന്നുണ്ട്? എത്തനോളും. CH3 CH2OH, ഇത് എത്തനോൾ ആണ്. ഇത് രണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ നേരത്തെ ചെയ്തതിന് CH3 COO എഴുതാം, H ഒഴിവാക്കിയിട്ട്. പിന്നെ ഇവിടുന്ന് CH2 CH3 പ്ലസ് H2O, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഈ COO, ഈ H ഒഴിവാക്കാം, പിന്നെ ഈ OH ഒഴിവാക്കാം. എന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്റ്റ് എഴുതുന്നത്. ഇനി ഇതിന്റെ പേരെന്തായിരിക്കും? അപ്പം അതിന്റെ പേരെന്തായിരിക്കും? എത്തനോയിക് ആസിഡും
എത്തനോളും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈഥൈൽ എത്തനോയേറ്റ് കിട്ടും. അതാണ് എന്തെന്ന് ഈ എസ്റ്റർ ഇങ്ങനെയാണ് ഉണ്ടാക്കല്. ഇനി ഈ എസ്റ്ററിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് എന്താണ്? പെർഫ്യൂംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? പെർഫ്യൂംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എസ്റ്റർ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റില് ഒരു കോളത്തിൽ എന്തുണ്ട്? 4 സ്മെല്ല്, ബനാന, അതുപോലെ ജാസ്മിൻ, പൈനാപ്പിൾ, ഓറഞ്ച്, ഈ ഓരോ സ്മെല്ലും കിട്ടുന്ന ഓരോ എസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതുണ്ട്. അതൊക്കെ നിങ്ങൾ ഏത് ആസിഡ് ആണ്, ഏത് ആൽക്കഹോൾ ആണ് ഉപയോഗിക്കുന്നതെന്നെല്ലാം അതിൽ പറയുന്നുണ്ട്. ആ കോളമൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി അടുത്തതാണ് എന്തെന്ന്? അതേപോലെ ഈ ഒരു എസ്റ്റർ തന്നാല് നിങ്ങൾക്ക് അതിന്ന് ആസിഡും ആൽക്കഹോളും എഴുതാൻ അറിയണം. ഇതാണ് എന്തെന്ന്? CH3 COOH ആണ് എന്തെന്ന്? അതിന്റെ ആസിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ആൽക്കഹോൾ എന്താണ് ബാക്കി വരുന്നത്? CH3 ആൽക്കഹോൾ എന്ന് പറയുന്നത് CH3 CH2. ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതാം. CH2 CH2 എന്നിട്ട് എന്ത് ചേർക്കാം? ഒരു OH ചേർക്കാം. ഇതിന്ന് ആസിഡ് എഴുതാം CH3 COO, അതിന്റെ ഒപ്പം ഒരു H ചേർത്താൽ ആസിഡ് ആയി. അതിന്റെ ആൽക്കഹോൾ എങ്ങനെ എഴുതാ? ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതാം. CH3 CH2 CH2 ഒരു OH ചേർക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. CH3 CH2 COO CH2 CH3. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആസിഡ് എന്തായിരിക്കും? ഇങ്ങനെ എഴുതാം. CH3 CH2 COOH ആണ് എന്തെന്ന്? ഇതിൽ വരുന്ന ആസിഡ്. ഇനി ആൽക്കഹോൾ എന്താണ്? ആൽക്കഹോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതാം. CH3 CH2 ഒരു OH ചേർത്താൽ എന്തായി? അതിന്റെ ആൽക്കഹോൾ ആയി. ഇങ്ങനെയാണ് ഒരു എസ്റ്റർ തന്നാൽ അതിന്റെ ആസിഡും ആൽക്കഹോളും കൂടി ചേർന്നിട്ടാണല്ലോ എസ്റ്റർ ഉണ്ടാവുന്നത്. അപ്പോ തന്നിരിക്കുന്ന എസ്റ്ററിന്റെ ആസിഡ് ഏത് ആൽക്കഹോൾ ഏതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ചെയ്താൽ മതി. ആസിഡ് എഴുതാൻ ഇതിന്റെ ഒപ്പം ഒരു H കൂട്ടിയാൽ മതി. ആൽക്കഹോൾ എഴുതണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതാം. ഒരു OH കൂടി ചേർക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്ന ടോപ്പിക് ആണ് മെഡിസിൻ. മരുന്നുകളെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് പഠിക്കുന്നത്. അത് ഒരു കോളത്തിൽ തന്നിട്ടുണ്ട് ടെക്സ്റ്റില്. എന്താണുള്ളത്? അനാൽജസിക്സ് എന്ന് പറയുന്ന മരുന്ന്. അനാൽജസിക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അനാൽജസിക്സ് എന്ന് പറയുന്നത് വേദന കുറക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വേദന സംഹാരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാം. റിലീഫ് പെയിൻ. അതിനൊരു എക്സാമ്പിൾ ആണ് എന്തെന്ന്? അതിന്റെ എക്സാമ്പിൾ പഠിക്കണം. ആസ്പിരിൻ. ആസ്പിരിൻ ആണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കാം. ആന്റിപൈററ്റിക്സ്. ആന്റിപൈററ്റിക്സ് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബോഡി ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ട്. ബോഡി ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ താപനില കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന പാരസെറ്റമോൾ. പിന്നെ ഏതാണ്? ആന്റിസെപ്റ്റിക്. ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ ഓർഗാനിസത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആന്റിസെപ്റ്റിക് ഉപയോഗിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഡെറ്റോൾ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് എന്തെന്ന്? ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക് എന്താണ്? ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസത്തിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആന്റിസെപ്റ്റിക് ഉപയോഗിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് പെൻസിലിൻ. അതിന്റെയൊക്കെ ഉപയോഗവും പെനിസിലിൻ. ഇതിന്റെയൊക്കെ എക്സാമ്പിളും അതിന്റെ യൂസ് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയും 4 മരുന്നുകളെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് പഠിക്കാം. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് വഴി ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.